ഇന്നത്തെ ബാഴ്സലോണ വിഎസ് സെൽറ്റ വിഗോ മത്സരം 4-3 ബാഴ്സ വിജയിച്ചത്. തന്റെ ഹോം ഗ്രൗണ്ടിൽ 3 ഗോളുകൾ ബാഴ്സ കൺസൈഡ് ചെയ്തു. അവസാന നിമിഷത്തിൽ 98-ാം മിനിറ്റിലാണ് റാഫിനെ പെനാൽറ്റി അടിച്ചുകൊണ്ട് ബാഴ്സയ്ക്ക് വിജയം സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു കളി ഡ്രോ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ കളി തോക്കുകയാണെങ്കിൽ ആരിക പട്ടിക തന്നെ മൊത്തം മാറിയാണ്. റാഫിനെ ഇന്നലെ കിട്ടിയ കളിയിൽ റേറ്റിംഗ് 10-10. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 2 ഗോളുകൾ അടിച്ചു, 1 അസിസ്റ്റ് അടിച്ചു, ഷോട്ട് ഓൺ ടാർഗറ്റുകൾ 3, ഷോട്ട് ഓഫ് ടാർഗറ്റുകൾ 2, അതുപോലെ തന്നെ ട്രിബിളിംഗ് 4 സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രിബിളിംഗ് ചെയ്തു, 81 ടച്ചുകൾ, 82 അക്യൂറേറ്റ് ആയിട്ടുള്ള പാസുകൾ, 5 കീ പാസുകൾ, 6 ക്രോസുകൾ, 1 ലോങ് ബോൾ, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂവൽ 11 ചെയ്തു, 8 ഗോൾ ചെയ്തു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മികച്ച സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. നോ വേ 10-10 കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പെർഫോമൻസ് ആണ് ഇന്നലെ കളത്തിൽ റാഫിനെ കാഴ്ചവെച്ചത്. കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ ബാഴ്സലോണ സെക്കൻഡ് ഹാഫിൽ നോക്കുന്ന സമയത്ത് 3-1 തോറ്റെടുത്തിരിക്കുന്നു. 3-1 തന്റെ ഹോം ഗ്രൗണ്ടിൽ തോറ്റെടുക്കുന്ന സമയത്ത് 55-ാം മിനിറ്റിന് ശേഷം അൻസൈൻ ഫ്ലിക്ക് ഇറക്കിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഡാനി ഒൽമ ആൻഡ് എംബ ഇവരാണ് കളിയുടെ ഗതി മാറ്റിയത്. കാരണം ഡാനി ഒൽമ ഒരു പെനാൽറ്റി ഗോൾ ചെയ്തു, അതിനു മുമ്പ് ഒരു ഗോൾ അടിച്ചു. യമാലാണെങ്കിൽ ഒരു കിടില അസിസ്റ്റും ചെയ്തു. ഇതിലൂടെയാണ് കളിക്കളം മാറുന്നത്. 4-3 അവസാന നിമിഷത്തിൽ ബാഴ്സ വിജയിക്കുന്നത്. സോ അഞ്ച് മിനിറ്റിന്റെ ആ ഒരു ഓൺ ദ ടൈമിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കളിയിൽ ഗതികൾ മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെ റാഫിനെ നല്ല പെർഫോമൻസ് ആയിരുന്നു, പക്ഷെ ഗോൾ അടിച്ചു കൂട്ടാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. പക്ഷെ ഡാനിയൽമയും യമാൽ ഇറങ്ങിയ സമയത്ത് ഇതിലെ പെർഫോമൻസ് ആയിരുന്നു ബാഴ്സയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അപ്പൊ ഈ ഒരു 4-3 എന്നുള്ള സ്കോർ ബാഴ്സക്ക് വരും കളിയിൽ അല്ലെങ്കിൽ യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് ഇന്റർ മിലാനുമായിട്ടുള്ള കളിയിൽ ഒരു ഇമ്പാക്ട്, ഒരു ബാഡ് ഇമ്പാക്ട് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിലാനെ സംബന്ധിച്ച് യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഗോൾ കൺസൈഡ് ചെയ്ത ഒരു ടീമാണ് മിലാൻ ബാഴ്സലോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ബാഴ്സയെ സംബന്ധിച്ച് മിലാനേക്കാളും ഇരട്ടി ഗോൾ സ്കോർ ചെയ്യുന്ന ടീമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്റർ മിലാൻ ഡിഫൻസിൽ കിടിലാണെങ്കിൽ ബാഴ്സലോണ അറ്റാക്കിംഗിൽ കിടിലാണ്. സോ ഈ ഒരു 3 ഗോൾ കൺസൈഡ് ചെയ്തു എന്നുള്ള കാര്യം ഒരു ബാഡ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോ വേ. പക്ഷെ ഡിഫൻസ് ലൈനിൽ ഇന്റർ മിലാൻ സ്ട്രോങ് ആണ്, അറ്റാക്കിംഗ് ലൈനിൽ ബാഴ്സലോണ സ്ട്രോങ് ആണ്. സോ മാച്ച് ഭയങ്കര ടൈറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തും സംഭവിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. കമന്റും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ബൈ ബൈ, സ്വീറ്റ് സ്കോറസ്.